ഹായ് ആസ്പിരൻസ്. അപ്പൊ എല്ലാവർക്കും സൈലന്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു ബ്രീഫ് വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ പാർട്ടില് വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഈ പാർട്ടിലും ജസ്റ്റ് വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് നല്ല പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് നേരിട്ടിട്ട് പ്രോബ്ലത്തിലോട്ട് പോവാം സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക. എ മാൻ സോൾഡ് എ വാച്ച് ഫോർ ₹1,200. ലോസ് എന്ന് പറയുന്നത് y/2% ആണ്. ഫാൻ 2,100. പ്രോഫിറ്റ് y% എന്നാണ് പറയുന്നത്. കോസ്റ്റ് പ്രൈസ് ഓഫ് ബോത്ത് ദി വാച്ച് ആൻഡ് ഫാൻ ഇസ് ദി സെയിം എന്ന് പറയുന്നുണ്ട്. Then find the cost price of the fan എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഒരു കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. ലോസ് പെർസെന്റേജ് എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിരിക്കുന്നത് y/2% എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് y% എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എക്സാക്ട്ലി എന്ത് പറഞ്ഞു പോകാൻ പറ്റും സ്റ്റുഡൻസ്? എക്സാക്ട്ലി ഇവിടെ ഇത് രണ്ടും നമ്മൾ റേഷ്യോ ആണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ, റേഷ്യോ പെർസ്പെക്റ്റീവില് നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? എക്സാക്ട്ലി y/2y ആണ് വരിക. അപ്പൊ റേഷ്യോ ഫോമിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? എക്സാക്ട്ലി 1:2 എന്ന് പറയുന്ന പ്രപ്പോർഷൻ ആണ് വരിക അല്ലെ. അതായത് എത്രയാണോ പ്രോഫിറ്റ് അവൈൽ ചെയ്യുന്നത് അതിന്റെ എക്സാക്ട്ലി ഹാഫ് ആണ് എന്തെന്ന് പറയുന്നത് ലോസ് സഫർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ കോസ്റ്റ് പ്രൈസ് രണ്ട് കേസിലും എന്താണ് വരുന്നത്? സെയിം ആണ് വരുന്നത് അല്ലെ. അപ്പൊ എത്രയാണോ നമുക്ക് പ്രോഫിറ്റ് അവൈൽ ചെയ്യുന്നത് അത് ലോസ് ഇൻകർ ചെയ്തതിന്റെ എപ്പോഴും എന്തായിരിക്കും വരിക? ഡബിൾ ആയിരിക്കും വരിക അല്ലെ. നമ്മൾ ബേസിക് ആയിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ 100 ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് കൺസിഡർ ചെയ്യാം. 40% ആണ് പ്രോഫിറ്റ് എങ്കിൽ എത്ര പ്രോഫിറ്റിന്റെ പോർഷൻ വരിക? 40 ആണ് വരിക അല്ലെ. അപ്പൊ അതിന്റെ എക്സാക്ട്ലി പകുതിയാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ലോസിന്റെ പോർഷൻ എന്ന് കൺസിഡർ ചെയ്യുക. അപ്പൊ എത്ര വരിക? 20%. അപ്പൊ 100ൽ നിന്നും 20% ആണ് ലോസ് പറഞ്ഞാൽ ലോസിന്റെ പാർട്ടും 20 ആണ് വരിക അല്ലെ. അപ്പൊ ലോസ് ഇൻകർ ചെയ്തത് 20, പ്രോഫിറ്റ് ഏൺ ചെയ്ത 40 അല്ലെ. അപ്പൊ റേഷ്യോ എത്ര വരിക? 1:2 തന്നെയാണ് വരിക അല്ലെ. അപ്പൊ കോസ്റ്റ് പ്രൈസ് കോൺസ്റ്റന്റ് ആണ് രണ്ട് കേസിലും. അപ്പൊ ലോസ് പെർസെന്റേജിന്റെ ഡബിൾ ആണ് പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് എമൗണ്ട് ഇൻകർ ചെയ്തതും പ്രോഫിറ്റ് എമൗണ്ട് ഗെയിൻ ചെയ്തതും എന്തുതന്നെയായിരിക്കും? സെയിം 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെ നമുക്കത് ചെയ്തു പോകണം നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോ വാച്ച് വന്നിട്ട് 1,200 ആണ് സെല്ലിംഗ് പ്രൈസ്. ലോസ് ആണ് സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ ലോസ് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? CP മൈനസ് SP എന്നാണ് എഴുതുക അല്ലെ. SP എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 1,200 ആണ് വരിക അല്ലെ. അപ്പോൾ ഇനി എന്താ പറയുന്നത്? ഫാൻ വന്നിട്ട് സെയിൽ ചെയ്യുന്നത് 2,100-നാണ്. പ്രോഫിറ്റ് എന്നാണ് പറയുന്നത് അല്ലെ. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ SP മൈനസ് CP ആണ് വരിക അല്ലെ. അപ്പൊ SP എന്ന് പറയുമ്പോൾ എത്ര വരിക? 2,100 ആണ് വരിക. മൈനസ് CP എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള CPയും ഇവിടെ ഉള്ള CPയും എന്തിനായിരിക്കും സ്റ്റുഡൻസ് വരിക? സെയിം തന്നെയായിരിക്കും വരിക അല്ലെ. നമ്മൾ ഇവിടെ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഇവിടെ വാച്ചിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഫാനിനെ കുറിച്ചിട്ടുമാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഏത് റേഷ്യോയിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും ഫ്രണ്ട്സ്? 1/2 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും ഇത് ഉണ്ടാവുക അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് പോകണം നോക്കാം. അപ്പൊ 2CP മൈനസ് 2,400 ഈക്വൽസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? 2,100 മൈനസ് CP എന്ന് പറയാം അല്ലെ. അപ്പൊ CP ഒക്കെ നമുക്ക് ഒരു സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ 2CP പ്ലസ് CP ഈക്വൽസ് 2,100 പ്ലസ് 2,400 ആണ് വരിക അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ 3CP ഈക്വൽസ് 4,500 ആണ് വരിക. അപ്പൊ CPയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര പറയാൻ പറ്റും ഫ്രണ്ട്സ്? 1,500 ആണ് വരിക അല്ലെ. അതായത് ഫാനിന്റെ CP ആയാലും ശരി അതുപോലെ തന്നെ വാച്ചിന്റെ CP ആയാലും ശരി രണ്ടും എത്ര തന്നെയാണ് വരിക സ്റ്റുഡൻസ്? 1,500 തന്നെയാണ് വരിക അല്ലെ. അപ്പൊ ഓപ്ഷൻ A ആണ് എന്ത് വരിക? എക്സാക്ട് ആയിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ എന്താ പറയുന്നത്? ഒരു ടൈം ആൻഡ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നമുക്ക് യൂഷ്വലി പ്രിലിംസിലും മെയിൻസിലും ഒക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ദ ടൈം ടേക്കൺ ബൈ A alone to complete X% of the work is 27 days and the time taken by B alone to complete 4x/3% of the work is 24 days and the time taken by A and B together to complete the work 24 days ആണ്. Then find the value of X എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോ എങ്ങനെ നമുക്കിത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് പോകണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട്. എയുടെ കേസ് നമ്മൾ ആദ്യം നോക്കാം കേട്ടോ. എയുടെ കേസ് എന്ന് പറയുന്ന സ്റ്റുഡൻസ് X% ഓഫ് ദി വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ
എത്ര ദിവസം എന്നാണ് എടുക്കുന്നത് സ്റ്റുഡൻസ്? 27 ദിവസമാണ് എടുക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പോ ജസ്റ്റ് നോക്കുക, ബിയുടെ കേസ് എന്ന് പറയുമ്പോൾ 4x/3% കംപ്ലീറ്റ് ചെയ്യാൻ 24 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മള് ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാല് എ വന്നിട്ട് അതേ 4x/3% വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കുന്നു എന്നുള്ളത് നോക്കുക കേട്ടോ. നമുക്കറിയാം എ വന്നിട്ട് x% കവർ ചെയ്യാൻ 27 ഡേയ്സ് ആണ്. അപ്പൊ 4x/3% കവർ ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കുന്നത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെ എടുക്കാന്ന് വെച്ചാല് പെർസെൻറ്റേജും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ ഇവിടെ എന്ത് പറയാൻ പറ്റും എന്ന് വെച്ചാൽ ഇവിടെ 1ഉം ഇവിടെ എത്ര വരിക? 4/3 ആണ് വരിക അല്ലെ. അപ്പൊ 1 റീപ്ലേസസ് 27 ആണെങ്കിൽ 4/3 റീപ്ലേസസ് എന്താണെന്ന് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ എത്ര വരിക സ്റ്റുഡൻസ്? 27 × 4/3 ചെയ്ത് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും സ്റ്റുഡൻസ് വരിക? 36 ആയിരിക്കും വരിക അല്ലെ. അതായത് 4x/3% പോർഷൻ ഓഫ് ദി വർക്ക്, അതായത് 4x/3% ഓഫ് ദി വർക്ക് എ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 36 ഡേ ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, എ 4x/3% കംപ്ലീറ്റ് ചെയ്യാൻ എത്ര എടുക്കുക? 36 ഡേയ്സ് എടുക്കുമെന്നാണ് പറയുന്നത് അല്ലെ. അതേ 4x/3% ഓഫ് ദ വർക്ക് ബി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുള്ളൂ? 24 ദിവസമേ എടുക്കുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ ഒരേ പോർഷൻ ഓഫ് ദി ജോബ് എയും ബിയും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ജോബിന്റെ 4x/3% എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഒരേ പോർഷൻ ഓഫ് ദി വർക്ക് എയും ബിയും കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിങ്സ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? എടുക്കുന്ന ഡേയ്സ് 36ഉം 24ഉം ആണെങ്കിൽ ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? എക്സാക്ട്ലി എടുക്കുന്ന ഡേയ്സിന്റെ ഇൻവേഴ്സ് ആണ് വരിക അല്ലെ. അപ്പോൾ ഇവിടെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര കിട്ടുക? നമുക്ക് 3:2 ആണ് നമുക്ക് കിട്ടുന്ന റേഷ്യോ എങ്കിൽ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ എത്ര വരിക സ്റ്റുഡൻസ്? എക്സാക്ട്ലി 2:3 ആണ് എന്ത് കിട്ടിയ സ്റ്റുഡൻസ്? നമുക്ക് എഫിഷ്യൻസിയുടെ എക്സാക്ട് ആയിട്ടുള്ള റേഷ്യോസ് കിട്ടുക അല്ലെ. അത് എയുടെ എഫിഷ്യൻസി ബിയുടെ എഫിഷ്യൻസി റെസ്പെക്റ്റീവ്ലി 2:3 എന്ന് പറയുന്ന പ്രപ്പോർഷനിൽ ആയിരിക്കും സ്റ്റുഡൻസ്. ഓക്കെ, ഇനി എന്ത് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആ വർക്ക് 24 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് അല്ലെ. അപ്പൊ A+B വന്നിട്ട് എത്ര ദിവസമാണ്? 24 ദിവസമാണ് വരിക. എയുടെ എഫിഷ്യൻസി 2, ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ആണ് വരിക അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര വരിക എന്ന് വെച്ചാൽ എഫിഷ്യൻസി 5 ആണ് വരിക. അപ്പോ ജോബിന്റെ പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും? 24 × 5 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടിയ? 120 ആണ് കിട്ടുക അല്ലെ. ഇനി എന്താണ് പറയുന്നത് വെച്ചാൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് the time taken by A alone to complete x% of the work is 27 days എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എ വന്നിട്ട് 27 ദിവസം കൊണ്ട് x% ഓഫ് ദി വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര സ്റ്റുഡൻസ് വരിക? 2 ആണ് വരിക അല്ലെ. അപ്പൊ 27 ദിവസം വർക്ക് ചെയ്തു വെച്ചാൽ എത്ര വർക്കാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവുക? 54 വർക്ക് അല്ലെങ്കിൽ 54 ജോബാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവുക അല്ലെ. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? 120ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? 120 ആണ് ടോട്ടൽ ജോബ് എന്ന് പറയുന്നത്. അതിൽ 54 വർക്കാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക സ്റ്റുഡൻസ്? എക്സാക്ട്ലി എ വന്നിട്ട് 27 ദിവസം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ എത്ര പെർസെൻറ്റേജ് 54 120ന്റെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? എക്സാക്ട്ലി 54/120 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്ത് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ 0 ക്യാൻസൽ ആയി പോകും. 5 അതുപോലെ തന്നെ 6 9s are 54 ആണ് വരിക. ഓക്കെ, അപ്പൊ 9 × 5 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര റിസൾട്ട് കിട്ടുക? 45 ആണ് കിട്ടുക അല്ലെ. അപ്പൊ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 45ന് എന്തായിട്ടാണ് വരിക സ്റ്റുഡൻസ്? ഈക്വൽ ആയിട്ടാണ് വരിക അല്ലെ. അതായത് 120ന്റെ 45% വർക്ക്, അതായത് 54 വർക്കാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? എക്സാക്ട്ലി 27 ദിവസം കൊണ്ട് നമ്മുടെ എക്സാക്ട്ലി എ എന്ത് ചെയ്തിട്ടുണ്ടാവുക? കവർ ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. ആ ഒരു കോൺസെപ്റ്റും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോ ഇവിടെ എന്താ പറയുന്നത്? എ മാൻ ബോട്ട് 10 കീബോർഡ്സ് ഫോർ rupees X each എന്നാണ് പറയുന്നത് അല്ലെ. ഓരോന്നും X ആണ് കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്.
he sold 60% of the keyboard at a profit of 25% each എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ 60% എന്ന് പറയുമ്പോൾ 10 × 60% എത്ര വരിക? 6 ആണ് വരിക അല്ലെ. എത്ര പെർസെന്റേജ് പ്രോഫിറ്റ് ആണ് പറയുന്നത്? 25% പ്രോഫിറ്റ് ആണ് പറയുന്നത് അല്ലെ. 25% പ്രോഫിറ്റിനാണ് എന്ത് ചെയ്യുന്നത്? ഓരോന്നും വിൽക്കുന്നത്. അപ്പൊ ഓവറോൾ പെർസെന്റേജും എത്ര തന്നെയാണ് വരിക? 25% ആണ് വരിക അല്ലെ. അടുത്ത റിമൈനിങ് കീബോർഡ് അല്ലെ. അപ്പൊ റിമൈനിങ് കീബോർഡ് എന്ന് പറയുമ്പോൾ എത്ര വരിക? റിമൈനിങ് ഉള്ള 4 എണ്ണമാണ് വരിക. എത്രയാണ് പറയുന്നത്? Y% ലോസ് എന്നാണ് പറയുന്നത് അല്ലെ. Y% ലോസ് എന്നാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് കിട്ടി. If he had obtained a profit of rupees X plus 100 by selling 60% of the keyboards എന്നാണ് പറയുന്നത് അല്ലെ. 60% കീബോർഡ് സെയിൽ ചെയ്യുമ്പോൾ ആൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ പോർഷൻ എന്ന് പറയുന്നത് X plus 100 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക കേട്ടോ. ഈ 60% ആർട്ടിക്കിൾ എത്ര പെർസെന്റേജ് പ്രോഫിറ്റ് ആണ് സെയിൽ ചെയ്തിരിക്കുന്നത്? ഓരോന്നും 25% പ്രോഫിറ്റ് ആണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓവറോളും 25% പ്രോഫിറ്റ് ആണ് അവൈൽ ചെയ്തിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 25% പറഞ്ഞാൽ 1/4 ആണ് വരിക അല്ലെ. അപ്പൊ 4 ആണ് കോസ്റ്റ് എങ്കിൽ 1 ആണ് പ്രോഫിറ്റിന്റെ പോർഷൻ വരിക അല്ലെ. അപ്പൊ 1 പകരം പ്രോഫിറ്റിന്റെ പോർഷൻ നമുക്ക് എത്ര തന്നിരിക്കുന്നത് സ്റ്റുഡൻസ്? X plus 100 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ 1 എന്ന് പറയുന്നത് X plus 100 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? 4 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് വരിക? 4x by 400 ഈക്വൽ ആയിട്ടായിരിക്കും വരിക അല്ലെ. അതായത് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ ഈ കൺസേൺഡ് ആയിട്ടുള്ള 6 കീബോർഡിന്റെയും ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെയും കൂടെ വേണമെങ്കിൽ എഴുതാം. 4x plus 400 എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിലും എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം 10 കീബോർഡുകളുണ്ട്. ഓരോന്നിന്റെയും കോസ്റ്റ് X ആണ് പറയാൻ പറ്റുക അല്ലെ. അപ്പൊ ഓരോന്നിന്റെയും X ആണെങ്കിൽ 6 എണ്ണത്തിന്റെ കോസ്റ്റ് എത്ര വരിക? 6x ആണ് വരിക അല്ലെ. അപ്പൊ 6 എണ്ണത്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 6x ആണ് വരിക. 6x എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആകും ഫ്രണ്ട്സ്? എക്സാക്ട്ലി 4x plus 400 എന്തായിട്ട് വരും? ഈക്വൽ ആയിട്ടാണ് വരിക അല്ലെ. അപ്പൊ 2x എന്ന് പറയുന്നത് 400 ഈക്വൽ ആണ്. അപ്പൊ എക്സിന്റെ കറസ്പോണ്ടിങ് റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര വരിക സ്റ്റുഡൻസ്? 200 ഈക്വൽ ആവുക അല്ലെ. അതായത് എക്സിന്റെ കറസ്പോണ്ടിങ് നമുക്ക് എത്ര കിട്ടും? അപ്പോൾ 200 എന്നുള്ളത് കിട്ടും അല്ലെ. ഓക്കെ, അതായത് ഓരോന്നും 200 രൂപയ്ക്കാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് മീൻ ചെയ്യുന്നത് അല്ലെ. ഓരോന്നിന്റെ കോസ്റ്റും എത്ര വരിക സ്റ്റുഡൻസ്? 200 ആണ് വരിക അല്ലെ. ഓക്കെ, ഇനി പറയുന്നുണ്ട് ആൻഡ് ദി ഓവറോൾ പ്രോഫിറ്റ് ഒബ്ടൈൻഡ് ഈസ് ₹140 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഓവറോൾ 140 എന്ന് പറഞ്ഞാൽ ഓവറോൾ CP എത്ര വരുന്നത് നോക്കുക. ഓവറോൾ CP എത്ര വരിക സ്റ്റുഡൻസ്? 200 × 10 അല്ലെ. എത്ര വരിക? അപ്പോ 2000 ആണ് ഓവറോൾ CP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓവറോൾ CP 2000 ആണ് വരിക. ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര വരിക? 140 ആണ് വരിക അല്ലെ. അപ്പോ ഓവറോൾ പ്രോഫിറ്റ് 140 ആണ് വരിക. അപ്പൊ എത്ര പെർസെന്റേജ് ആണ് എന്നുള്ളത് നോക്കാതെ എമൗണ്ടിന്റെ പെർസ്പെക്റ്റീവില് പ്രോഫിറ്റ് 140 ആണ്. പെർസെന്റേജിന്റെ പെർസ്പെക്റ്റീവില് പ്രോഫിറ്റ് എത്രയാണ് വരുന്നത് നോക്കുക കേട്ടോ. അപ്പൊ എത്രയാണ് വരുന്നത് നോക്കാം നമുക്ക്. 2 zeros ഇതും ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എത്ര സ്റ്റുഡൻസ് വരിക? എക്സാക്ട്ലി 7% ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഓവറോൾ പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ 7 ആണ് വരിക അല്ലെ. നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വൈയുടെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അലിഗേഷന്റെ പെർസ്പെക്റ്റീവ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്ത് നോക്കാൻ പറ്റും ഫ്രണ്ട്സ്? എക്സാക്ട്ലി വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ ജസ്റ്റ് നോക്കുക. 25 - 7 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 18 ആണ് കിട്ടുക അല്ലെ. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക സ്റ്റുഡൻസ്? 25 - 7 ആണ് ഇവിടെ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് സ്റ്റുഡൻസ്? 7 - -y ആണ് ചെയ്യേണ്ടത് അല്ലെ. അതായത് 7 - -y ആണ് ചെയ്യേണ്ടത് അല്ലെ. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര വരിക? ഇപ്പോ 7 + y ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാല് 7 + y upon 18 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും ഫ്രണ്ട്സ്? 6/4 എന്തായിട്ടാണ് വരിക? ഈക്വൽ ആയിട്ടാണ് വരിക അല്ലെ. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരിക ഫ്രണ്ട്സ്? എക്സാക്ട്ലി 3/2 എന്ന് വേണമെങ്കിൽ നമുക്കത് പറഞ്ഞു പോവാം അല്ലെ. 6/4 3/2 എന്നും കൂടെ നമുക്ക് എഴുതാം. 2 വന്നിട്ട് 18 9 ടൈംസ് അല്ലെ.
അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? 7 + y ഈക്വൽസ് എത്ര വരിക? 27 ആണ് വരിക അല്ലെ. 9 അങ്ങോട്ട് പോകുമ്പോൾ എത്ര വരിക സ്റ്റുഡൻസ്? എക്സാക്ട്ലി 27 ആണ് വരിക. അപ്പോൾ വൈയുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും സ്റ്റുഡൻസ്? എക്സാക്ട്ലി 20 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു കോൺസെപ്റ്റും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ നോക്കാം. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് 25 - 7 ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടതായിട്ട് വരിക സ്റ്റുഡൻസ്? 7 - y ആണ് ചെയ്യേണ്ടത്, which is equal to 7 + y ആണ് വരിക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 7 + y upon 18 എന്ന് പറയുന്നത് എന്തിന് ഈക്വലൈസ് ആകും? 6/4 അല്ലെങ്കിൽ 3/2 ഈക്വൽ ആവുക. അപ്പൊ 2 വന്നിട്ട് 9 ടൈംസ് 9 അങ്ങോട്ട് പോകുമ്പോൾ 27 ആണ് വരിക. അപ്പോൾ വൈയുടെ പോർഷൻ എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി എത്ര വരിക സ്റ്റുഡൻസ്? 20 ആണ് വരിക അല്ലെ. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അലിഗേഷന്റെ പെർസ്പെക്റ്റീവും നമുക്ക് നന്നായിട്ട് അറിയണം. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രാക്ഷന്റെ കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ട് ഈ ഒരു കൺസേൺഡ് ആയിട്ടുള്ള പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റും സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ ആവറേജ് മാർക്സ് ഓഫ് എക്സ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഇസ് y എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ എക്സ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണുള്ളത്, അവരുടെ ആവറേജ് എന്ന് പറയുന്നത് എത്ര വരിക സ്റ്റുഡൻസ്? y ആണ് വരിക അല്ലെ. അത് പറയുന്നുണ്ട്. when 5 new students joined the class എന്നാണ് പറയുന്നത് അല്ലെ. 5 പുതിയ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തു ക്ലാസ്സിൽ എന്നാണ് പറയുന്നത്. then the average marks increases by 6 എന്നാണ് പറയുന്നത് അല്ലെ. അതായത് ഓവറോൾ ആവറേജിൽ എന്ത് വന്നു എന്നാണ് പറയുന്നത്? 6ന്റെ ഇൻക്രീസ് വന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ y ആയിരുന്നു ആവറേജ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 5 പേരും കൂടെ വന്നപ്പോൾ ആവറേജ് എത്രയെന്നാണ് പറയുന്നത് സ്റ്റുഡൻസ്? y + 6 ആയി എന്നാണ് പറയുന്നത് അല്ലെ. 6 കൂടി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കണക്കാക്കേണ്ടത് വെച്ചാൽ എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. the total marks of 5 students is എത്ര പറയുന്നത്? 5y + 270 എന്നാണ് പറയുന്നത് അല്ലെ. ഈ 5 സ്റ്റുഡൻസിന്റെ ടോട്ടൽ മാർക്കാണ് 5y + 270 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആവറേജ് എത്ര വരിക സ്റ്റുഡൻസ്? നമ്മളിവിടെ ആവറേജ് ആണ് എഴുതി പോകുന്നത്. അപ്പോ 5y + 270 നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ എക്സാക്ട്ലി നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാല് എത്ര വരിക സ്റ്റുഡൻസ്? y + 54 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. ഓക്കെ, നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര വരിക? y + 54 ആണ് കിട്ടുക അല്ലെ. ഓക്കെ, വളരെ എളുപ്പമുള്ള ഒരു കോൺസെപ്റ്റ് ആണിത്. അപ്പൊ നമുക്ക് ഇതും എന്ത് ചെയ്യാൻ പറ്റും? അലിഗേഷന്റെ പെർസ്പെക്റ്റീവിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? y + 6 - 6 അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക? 6 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക. ഇനി ഇവിടുന്ന് ഇവിടേക്ക് നമ്മൾ എന്താ ചെയ്യാം? y + 54 - y + 6 ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക? y + 54 - എത്ര വരിക? y വരും -6 വരും അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി എത്ര വരിക സ്റ്റുഡൻസ്? 48 ആണ് വരിക അല്ലെ. അല്ലെങ്കിൽ y + 6ന്റെ കൂടെ 48 കൂടെ ആഡ് ചെയ്താലേ y + 54 കിട്ടുള്ളൂ. അങ്ങനെയും നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? 48/6 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? x/5 എന്തായിട്ടാണ് വരേണ്ടത്? ഈക്വൽ ആയിട്ടാണ് വരേണ്ടത് അല്ലെ. അപ്പൊ 6 വന്നിട്ട് എത്ര ടൈംസ് ആണ്? എക്സാക്ട്ലി 8 ടൈംസ് ആണ് പോവുക. അപ്പൊ എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ഫ്രണ്ട്സ്? 5 × 8 ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. എത്ര വരിക എന്ന് വെച്ചാൽ 5 × 8 ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന എക്സിന്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര സ്റ്റുഡൻസ് വരിക? എക്സാക്ട്ലി 40 ആണ് എക്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് വരിക അല്ലെ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ എ ഡിസോണസ്റ്റ് സെല്ലർ സെൽസ് ഹിസ് ഗുഡ്സ് അറ്റ് എ ലോസ് ഓഫ് x%, but he uses a weight which is 40% less than the original 1 kg weight എന്ന് പറയുന്നുണ്ട് അല്ലെ. If his overall gain percentage is 25%, then find the value of x എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഡിസോണസ്റ്റ് ഷോക്ക് ചെയ്യപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ കൂടെ ചെയ്യാൻ പറ്റും? സക്സസീവ് പെർസെന്റേജിന്റെ കോൺസെപ്റ്റ് വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ എഫക്റ്റീവ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. അപ്പൊ സക്സസീവ് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ ഇനീഷ്യലും ഫൈനലും തമ്മിലുള്ള റേഷ്യോസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ CP, അതുപോലെ തന്നെ ഫൈനൽ എന്ന് പറയുമ്പോൾ SP എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോൾ എ ഡിസോണസ്റ്റ് സെല്ലർ സെൽസ് ഹിസ് ഗുഡ്സ് അറ്റ് എ ലോസ് ഓഫ് x% പറഞ്ഞാൽ നമ്മൾ ടേബിൾ ഫോമിൽ റേഷ്യോ ഫോം ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ x% ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഫ്രണ്ട്സ്? ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുകയാണ്. അപ്പൊ ഇവിടെ 20% ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1/5 എന്നാണ് പറയാൻ പറ്റുക അല്ലെ. അപ്പൊ 5 എന്നതിന്റെ വാല്യൂ എത്ര ആയിട്ട് മാറും? 4 ആയിട്ട് മാറും അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് പകരം നമുക്കിവിടെ എത്രയാണ് എക്സാക്ട് ആയിട്ടുള്ള പെർസെന്റേജ് എന്ന് അറിയില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് നോക്കുക എന്ന് വെച്ചാൽ
ഇവിടെയും എന്തുണ്ടാകും, 2 റേഷ്യോസ് ഉണ്ടാകും. ഇപ്പോ ഇവിടുത്തെ റേഷ്യോ, അതായത് ഇപ്പൊ സിപിയുടെ അണ്ടറിൽ വരുന്ന റേഷ്യോ എസ്പിയുടെ അണ്ടറിൽ വരുന്ന റേഷ്യോസിന്റെ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും അല്ലെ. കാരണം എന്താണ്, ലോസിനാണ് എന്ത് ചെയ്യുന്നത്, ആ കൺസേൺഡ് ആയിട്ടുള്ള ആർട്ടിക്കിളിന്റെ ട്രാൻസാക്ഷൻ മെയ്ഡ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ എക്സാക്ട്ലി ഇത് A:B എന്ന് പറയുന്ന റേഷ്യോ ആണെന്ന് വിചാരിക്കുക. കാരണം ഈ 2 വാല്യൂസും നമുക്ക് ഏതാണെന്ന് അറിയില്ല. അപ്പൊ എയും ബിയും ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക സ്റ്റുഡൻസ്. ഓക്കെ, പിന്നീട് എന്താ പറയുന്നത്, 40% ലെസ് വെയിറ്റ് ആണ് ഒറിജിനലിനെക്കാട്ടിലും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അല്ലെ. അതായത് 1000 ഗ്രാം ചോദിച്ച ഒരാൾക്ക് എത്ര ഗ്രാം മാത്രമേ കൊടുക്കുള്ളൂ സ്റ്റുഡൻസ്, 40% കുറച്ചിട്ടേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര വരെ സ്റ്റുഡൻസ്, 600 ഗ്രാം മാത്രമേ കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത് അല്ലെ. 1000 ചോദിച്ച ഒരാൾക്ക് 600 ഗ്രാം മാത്രമേ കൊടുക്കുള്ളൂ, കാരണം 40% ലെസ് എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് എക്സാക്ട്ലി എന്ത് പറഞ്ഞു സ്റ്റുഡൻസ്, 5:3 എന്ന് പറയുന്ന റേഷ്യോസ് ആണ് വരിക അല്ലെ. ഇൻ ടേംസ് ഓഫ് ആർട്ടിക്കിൾസ് എങ്ങനെ വരിക, 5:3 ആണ് വരിക. ബട്ട് ഇൻ ടേംസ് ഓഫ് എമൗണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക, എക്സാക്ട്ലി ഇൻവേഴ്സ് ആണ് വരിക അല്ലെ. ആ ഒരു കോൺസെപ്റ്റ് ആണ് മീൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ കൺസേൺ ട്രാൻസാക്ഷനെ നമ്മൾ എമൗണ്ടിന്റെ പെർസ്പെക്റ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും റിയലൈസേഷൻ ഉണ്ടാവുക, 5:3 എന്നുള്ളത് എങ്ങനെയായിട്ട് മാറും, 3:5 ആയിട്ട് മാറും അല്ലെ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് എന്ത് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ, ഇഫ് ഹിസ് ഓവറോൾ ഗെയിൻ ഈസ് 25% എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ 2 സക്സസീവ് ട്രാൻസാക്ഷൻ ശേഷം ആൾക്ക് കിട്ടുന്ന ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് സ്റ്റുഡൻസ് വരിക, എക്സാക്ട്ലി 25% എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ 25% പറഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റും, 100:125 എന്ന് പറയാൻ പറ്റും. അതിനെ ഏറ്റവും ചെറിയ റേഷ്യോയിലാക്കുമ്പോൾ എത്ര വരിക, 4:5 എന്ന് പറയുന്ന റേഷ്യോ എന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ CPയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സ്റ്റുഡൻസ്, സക്സസീവ് ആണെങ്കിൽ നമുക്ക് CP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എക്സാക്ട്ലി പ്രോഡക്റ്റ് നോക്കിയാൽ മതി അല്ലെ. A:3 എന്ന് പറയുമ്പോൾ 3A ആണ് വരിക. ഇവിടെ B:5 എന്ന് പറയുമ്പോൾ എത്ര വരിക, 5B ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് എക്സാക്ട്ലി എന്ത് പറഞ്ഞു പോകാൻ പറ്റും ചോദിച്ചാൽ, 3A/5B എന്ന് പറയുന്നത് ഏത് റേഷ്യോന് ഈക്വൽ ആയിരിക്കണം, 4/5 എന്ന് പറയുന്ന റേഷ്യോസിന് ഈക്വൽ ആയിരിക്കും വരേണ്ടത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് 5ഉം നമുക്ക് എന്താകും, ക്യാൻസൽ ആയി പോകും. 3A = എത്ര വരിക, 4B ആണ് വരിക അല്ലെ. അപ്പൊ A/B എന്ന് പറയുമ്പോൾ എത്ര വരിക സ്റ്റുഡൻസ്, എയുടെ വാല്യൂ 4 ആണ് വരിക, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ് വരിക അല്ലെ. അപ്പൊ എയുടെ വാല്യൂ 4 വരും, ബിയുടെ വാല്യൂ 3 ആണ് വരിക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്, എക്സാക്ട്ലി 1/4 ആണ് എന്ത് ഉദ്ദേശിക്കുന്നത്, എക്സാക്ട്ലി റിഡക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലോസിന്റെ പോർഷൻ എന്ന് പറയുന്നത് 1/4 ആണ് വരിക അല്ലെ. അപ്പൊ 4 എന്ന് പറയുന്ന കോസ്റ്റുള്ള ഐറ്റം 1 രൂപ നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്, എക്സാക്ട്ലി 1/4 എന്ന് പറഞ്ഞാൽ 25% ആണ് എന്ത് ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ്, എക്സാക്ട്ലി ലോസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. X% പറഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റും, 25% ലോസ് ആണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ സൈലന്റ് ബാങ്കിങ് വന്നിട്ട് ഓഫ്ലൈൻ എന്ന് പറയുന്ന സ്ട്രീമിലോട്ടും വരുന്നുണ്ട്. അപ്കമിങ് ആയിട്ടുള്ള ഏപ്രിൽ മന്ത് 4th വീക്ക് തൊട്ടിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഏപ്രിൽ 2-ാം തീയതി, ഓക്കെ, ഏപ്രിൽ 2-ാം തീയതി എല്ലാവരും ഓർക്കുക, ഏപ്രിൽ 2, 2025 ബുധനാഴ്ച 10 മണി മുതൽ 5 മണി വരെ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിൽ വെച്ചിട്ട് നമ്മുടെ സൈലത്തിന്റെ ഒരു ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്നതാണ്. അതിൽ നമ്മൾ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു നമ്മുടെ SBI ക്ലർക്ക് മെയിൻസ്, എല്ലാവർക്കും അറിയാം SBI ക്ലർക്കിന്റെ മെയിൻസ് 10th of April ആണ് കണ്ടക്ട് ചെയ്യുക. അതിന് മുന്നോടിയായിട്ട് എല്ലാ കൺസേൺഡ് ആയിട്ടുള്ള ടോപ്പിക്സും, അതായത് GK, ഇംഗ്ലീഷ്, ക്വാണ്ട്, അതുപോലെ തന്നെ റീസണിങ് എല്ലാം വളരെ നല്ല രീതിയിൽ കവേർഡ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യാതിരിക്കുക. അറ്റ് ദ സെയിം ടൈം എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോവുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങൾ അച്ചീവ് ചെയ്യുക. ഓക്കെ സ്റ്റുഡൻസ്, ബൈ.